ദൈവവചനമേ നമോ നമഃ. ജീവവചനമേ നമോ നമഃ. വചനദീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ. വിശ്വമഖിലം തവ മഹത്വം ദർശിപ്പതിന്ന ദൈവമഹത്വത്തിലേക്ക്. കർത്താവായ ഈശോയിൽ പ്രിയ സഹോദരങ്ങളെ, ദൈവമഹത്വത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അവൻ സ്വന്തം ചിലവിൽ ഒരു വീട് വാടകയ്ക്കെടുത്ത് 2 വർഷം മുഴുവൻ അവിടെ താമസിച്ചു. തന്നെ സമീപിച്ച എല്ലാവരെയും അവൻ സ്വാഗതം ചെയ്തിരുന്നു. അവൻ ദൈവരാജ്യം പ്രസംഗിക്കുകയും കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ച് നിർബാധം ധൈര്യപൂർവം പഠിപ്പിക്കുകയും ചെയ്തു. അപ്പോസ്തല പ്രവർത്തനം 28:30-31. റോമിൽ തടവിൽ പാർത്തിരുന്ന കാലത്ത് പൗലോസ് ക്രമമായി പ്രസംഗിച്ച വിഷയങ്ങളാണ് ഇത്. ദീർഘനാളത്തെ അനുഭവങ്ങളിൽ നിന്നും ചിന്തയിൽ നിന്നും ക്രിസ്ത്യ വിശ്വാസം എന്താണെന്ന് മനസ്സിലാക്കിയതിൻ്റെ ഫലമായി 2 കാര്യങ്ങൾ സംയോജിപ്പിച്ച് പറയുവാൻ പൗലോസ് ഇഷ്ടപ്പെട്ടു. ദൈവരാജ്യവും ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന യേശുവും. തൻ്റെ പ്രധാന ചിന്തകളാണ്. ഇവയെ വേർപെടുത്താതെ ബന്ധിപ്പിച്ച് ചിന്തിക്കേണ്ടതാണ്. ദൈവരാജ്യത്തെയും അതിൻ്റെ രാജകുമാരനായ യേശുവിനെയും ഒരുമിച്ച് കാണണം. അതാണ് ക്രിസ്ത്യ വിശ്വാസിക്ക് അടിസ്ഥാനം. ഈ ലോകം ദൈവത്തിൻ്റെ ഭരണത്തിന് കീഴിലാണ്. ദൈവത്തിൻ്റെ ധാർമ്മിക നിയമം ഈ ലോകത്തിലുണ്ട്. നന്മയ്ക്കും തിന്മയ്ക്കും അതിൻ്റേതായ പ്രതിഫലം ലഭിക്കും. നന്മയ്ക്ക് സംരക്ഷണവും തിന്മയ്ക്ക് ശിക്ഷണവുമായിരിക്കും പ്രതിഫലം. ഈ ബോധമുള്ളവർ തങ്ങളുടെ തെറ്റിനെപ്പറ്റിയും വരാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ചും ചിന്തിച്ച് ഭാരപ്പെടാൻ തുടങ്ങും. ഭയം മനസ്സിനെ ശല്യപ്പെടുത്തും. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ സഹായം ആവശ്യമായി വരും. പാപത്തെ ജയിക്കുവാനുള്ള ശക്തി യേശുക്രിസ്തുവിനോട് ബന്ധപ്പെടുമ്പോൾ നമുക്ക് ലഭിക്കും. കഴിഞ്ഞ കാലങ്ങളിൽ വന്നുപോയ ബലഹീനതകളെക്കുറിച്ചുള്ള ഭാരവും തന്നോടുള്ള ബന്ധം മൂലം ഇല്ലാതാകും. ഇതാണ് പൗലോസിൻ്റെ പ്രസംഗത്തിൻ്റെ സാരം. നമ്മുടെ ബലഹീനതാ ബോധത്തെയും പാപബോധത്തെയും ഇളക്കി മനസ്സിൻ്റെ ഉപരിതലത്തിൽ കൊണ്ടുവന്ന് അതിനെ നിർമ്മലമാക്കണമെങ്കിൽ ഈ 2 വിശ്വാസങ്ങളുടെയും സംഗമം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ധാർമ്മിക നിയമം നിലവിലുള്ള ലോകത്തിൽ യേശുവിന് പരമാധികാരമുണ്ട്. ധാർമ്മിക നിയമത്തിന് അനുസരണമായി ജീവിക്കുവാനുള്ള ശക്തി യേശുവിനോടുള്ള ബന്ധത്തിൽ നിന്ന് ലഭിക്കും. നാം തെറ്റിലകപ്പെട്ടാൽ ആത്മാർത്ഥമായി യേശുവിനോട് ഏറ്റുപറയുമ്പോൾ താൻ ക്ഷമ തരുകയും ചെയ്യും. ധാർമ്മിക നിയമമുള്ള ലോകത്തിൽ യേശു പരമാധികാരിയായി ജീവിക്കുന്നു. കർത്താവായ ഈശോയുടെ പരമാധികാരം അനുഭവിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാം. അതിനുള്ള സഹായം പരിശുദ്ധമ്മ IMS അമ്മ നമുക്കേവർക്കും നൽകി നമ്മളെ അനുഗ്രഹിക്കട്ടെ. സ്നേഹപൂർവം, പ്രശാന്തച്ചൻ. ദൈവവചനമേ നമോ നമഃ. ജീവവചനമേ നമോ നമഃ. വചനദീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ. വിശ്വമഖിലം തവ മഹത്വം ദർശിപ്പതിന്ന ദൈവമഹത്വത്തിലേക്ക്.